രാമ, എടാ, നിനക്ക് മലയാളത്തിലെ ഏത് നടനെ ഇഷ്ടം? നമ്മുടെ മലയാളത്തിലെ എല്ലാ നടന്മാരും ഇഷ്ടമാണ്. എല്ലാവരും അഭിനയിക്കാൻ അടിപൊളിയല്ലേ? എന്നാലും ഒരാളുണ്ടാവില്ലേ? കുറെ പേരൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. എന്നാലും ഒരാൾ ഉണ്ടാവില്ല. സ്പെസിഫിക്കലി ഒരാളാ ചോദിക്കണേ, ആരാ? അങ്ങനെ നോക്കുമ്പോൾ മമ്മൂട്ടിയാണ് എനിക്കിപ്പോൾ കൂടുതൽ ഇഷ്ടം. കാരണം മമ്മൂട്ടി എടുക്കുന്ന സ്ക്രിപ്റ്റുകൾ അടിപൊളിയാ മോനെ. ഇപ്പം നീ ബ്രഹ്മയുഗം കണ്ടു, അതുമാതിരി തന്നെ നമ്മുടെ ഇപ്പം ഇറങ്ങിയ പടമില്ലേ കളങ്കാവല്, നീ കണ്ട പടം? ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഇറങ്ങിയതാ പടം? ഈ ഡിസംബർ 5-ന് ഇറങ്ങിയ പടാ. ഞാൻ കൂട്ടുകാരൻ പറഞ്ഞിട്ട് കാണാൻ പോയതാ. പക്ഷേ ഞാൻ വിചാരിച്ച മാതിരി ആയിരുന്നില്ല കേട്ടോ. മമ്മൂട്ടിയുടെ ആക്ടിങ് ഭയങ്കര സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ്. മമ്മൂട്ടി ഇങ്ങനെ ഒരു റോള് ചെയ്യുന്ന ആരും പ്രതീക്ഷിക്കില്ല. ഞാൻ എക്സ്പെക്ടേഷൻസ് ഒന്നും വെക്കേണ്ടേ കാണാൻ പോയത്, അതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ എന്നാലും ഞാൻ കണ്ടിറങ്ങി, എൻ്റെ ഒപ്പം വന്ന കൂട്ടുകാരനും ഇഷ്ടമായി. പിന്നെ അതുമാതിരി പരിചയമുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അവർക്കും ഇഷ്ടമായിട്ട് പടം. അതിൽ മമ്മൂട്ടിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് അത് ഗുഡ് സോളല്ല. പിന്നെ നമ്മൾ ആ ട്രെയിലർ കണ്ടറിയാം മമ്മൂട്ടിയാണ് വില്ലെന്ന്. അതറിയാണ്ട് ആ പടം ഒന്നും കൂടി ഇറക്കിയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല മോനെ. അത്രയ്ക്കും വൈബായതിനെ പടം. എനിക്കിഷ്ടമായി പടം. ഞാൻ എല്ലാവരുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ പടം കാണാൻ. തിയേറ്റർ മിസ്സാവാൻ പാടില്ല, തിയേറ്ററിൽ പോയി കാണേണ്ട പടമാണത്. എനിക്ക് ആ പടം ഇറങ്ങിയ കാര്യം അറിയില്ല കേട്ടോ. കാരണം ഞാൻ ആ സിനിമ അങ്ങനെ കാണാത്ത വ്യക്തി. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഞാൻ പോയി കാണും. മസ്റ്റ് വാച്ചാണോ? മസ്റ്റ് വാച്ചാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും പടം പോയി കാണാം. അതേപോലെ തന്നെ ഏത് അടിപൊളി സിനിമയാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യും. മമ്മൂട്ടി എന്ന വ്യക്തിയല്ല, അല്ല മോഹൻലാലിൻ്റെ പടം ഇറങ്ങിയാലും ആരുടെ പടം ഇറങ്ങിയാലും നമ്മൾ സപ്പോർട്ട് ചെയ്യും. സോ ബെസ്റ്റ് ഫിലിം ഏതൊക്കെയാണോ അത് നമ്മൾ സപ്പോർട്ട് ചെയ്തിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.